നമസ്കാരം. ജയ്ഹിന്ദ് ടി വിയുടെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന ടെലിവിഷൻ പരിപാടിയുടെ 900ാമത് എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തോടെ സ്വാഗതം. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ മറ്റൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ജയ്ഹിന്ദ് ടി വിയുടെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന ഈ ടെലിവിഷൻ പ്രോഗ്രാം 2008 ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഒരു ചെറിയ യാത്രയുമായി തുടങ്ങിയ ഈ യാത്ര ഇന്ന് 18 വർഷങ്ങൾ പൂർത്തീകരിച്ച് 900 എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. 900 പ്രവാസി ജീവിതങ്ങളെയാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാൻ സാധിച്ചത്. പ്രവാസികളുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, പ്രതീക്ഷകളെല്ലാം ഒപ്പിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് പ്രേക്ഷകരാണ്. കഴിഞ്ഞ 18 വർഷക്കാലം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച, ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്ന, വിമർശനങ്ങൾ തന്ന എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈ പ്രത്യേക അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് പേരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച നഗരമാണ് ദുബായ്. ഒരുപാട് ജീവിതങ്ങളെ, പ്രത്യേകിച്ച് പ്രവാസി ജീവിതങ്ങളെ ചേർത്ത് പിടിച്ച മഹാനഗരമാണ് ദുബായ്. ഈ ദുബായിൽ നിന്ന് 2008 ഈ ഷോ ഞങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ 900 എപ്പിസോഡിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു ലളിതമായ ചടങ്ങ് ഞങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ജയ്ഹിന്ദ് ടി വിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ നടത്തിയിരുന്നു. ജയ്ഹിന്ദ് ടി വിയിലെ മുഴുവൻ ജീവനക്കാരെയും വിവിധ ബ്യൂറോകളിലെ റിപ്പോർട്ടർമാരെയും സബ് എഡിറ്റേഴ്സിനെല്ലാം ഒന്നിച്ച് ഒരു കുടക്കയിൽ അണിനിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ ലളിതമായ ആഘോഷം ഒരുക്കിയത്. ജയ്ഹിന്ദ് ടി വിയുടെ ചെയർമാൻ ശ്രീ അനിയൻകുട്ടിയാണ് അന്ന് കേക്ക് മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യം ഈ കാഴ്ചകളിലേക്ക്. ജയ്ഹിന്ദ് ടി വിയിലെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടി 900 എപ്പിസോഡ് എന്ന അപൂർവ റെക്കോർഡിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം കോർപ്പറേറ്റ് ഓഫീസിൽ ലളിതമായ ആഘോഷമൊരുക്കിയത്. ജയ്ഹിന്ദ് ടി വിയുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാർ രചനയും നിർമ്മാണവും അവതരണവും നിർവഹിക്കുന്ന ജനകീയ ടെലിവിഷൻ ഷോയാണിത്. ചാനൽ ചെയർമാൻ അനിയൻകുട്ടിയും എൽവിസ് ചുമാറും ചേർന്ന് കേക്ക് മുറിച്ചു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് എൽവിസ് കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ് ദ വീക്ക് എന്ന് പറഞ്ഞ്. ആ പ്രോഗ്രാമിന് നമ്മൾ പല മൈൽ സ്റ്റോൺസും അത് അച്ചീവ് ചെയ്തു. ഇപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ 900 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യുവാണ്. അന്നേരം ഓൾറെഡി എൽവിസ് ഗിന്നസ് ബുക്കിലോട്ട് ആണ് കയറിയിട്ടുണ്ട്. ഒരു ആങ്കർ, ഒരു ചാനൽ, ഒരു പ്രോഗ്രാം. ആദ്യമായിട്ടാണ് ഇത്രയും എപ്പിസോഡ് ചെയ്യുന്ന ഒരാൾ. അതുകൊണ്ട് എൽവിസ് 1000-ലോട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും എൽവിസും ചേരുന്നു. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു മാധ്യമപ്രവർത്തകൻ ഒരേ ചാനലിൽ തുടർച്ചയായ 18 വർഷക്കാലം വീക്ക്ലി ഷോ നടത്തുന്നു എന്ന റെക്കോർഡ് നേട്ടത്തിന്റെ ഭാഗമായാണിത്. ജയ്ഹിന്ദ് ടി വിയിലെ മുഴുവൻ ജീവനക്കാർക്കൊപ്പം മധുരം പങ്കുവച്ചായിരുന്നു ആഘോഷം. നേരത്തെയൊക്കെ ഇതുപോലെ നമ്മുടെ പ്രോഗ്രാമിന്റെ എപ്പിസോഡിന്റെ ഒക്കെ 300, 500, 750 ഒക്കെ ദുബായിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലും വലിയ രീതിയിലും ലേബർ ക്യാമ്പിലൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ, ജയ്ഹിന്ദ് ഫാമിലിയിൽ ഇങ്ങനെ ഒരു അവസരം തന്നത്. താങ്ക് യു സോ മച്ച്. കാരണം എത്ര കേക്ക് മുറിച്ചാലും സ്വന്തം സ്ഥാപനത്തിൽ കിട്ടുന്ന സന്തോഷം വലുത് തന്നെയാണ്. ചാനലിന്റെ എഡിറ്റർ ഇൻ ചീഫും മുതിർന്ന മാധ്യമപ്രവർത്തകരുമായ സണ്ണിക്കുട്ടി അബ്രഹാം ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളും ജീവനക്കാരും ന്യൂസ് ബ്യൂറോ, ന്യൂസ് ഡെസ്ക് സ്റ്റാഫുകളും ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ 18 വർഷക്കാലം ഞങ്ങളെ ചേർത്ത് പിടിച്ച, ഞങ്ങൾക്ക് വിമർശനം നൽകിയ, ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയ, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ, എന്തിന് ഞങ്ങളോടൊപ്പം നിന്ന പ്രവാസികൾ, സാമൂഹ്യ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, സിനിമ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അവരിൽ ചിലരുടെ വാക്കുകളിലേക്ക്.
മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന എപ്പിസോഡ് വിദേശ രാജ്യത്ത് നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് രചനയും നിർമ്മാണവും അവതരണവുമെല്ലാം എൽവിസ് തന്നെ നടത്തി ഏറ്റവും എല്ലാവരെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു എപ്പിസോഡാക്കി മാറ്റി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ വിജയകരമായ പ്രവർത്തനത്തെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന ഒരു പരിപാടി സത്യത്തിൽ ചരിത്രം രചിച്ചിരിക്കുകയാണ്. ടെലിവിഷൻ മാധ്യമരംഗത്ത്, ദൃശ്യമാധ്യമ രംഗത്ത് ഇത്തരമൊരു അപൂർവമായിട്ടുള്ള ബഹുമതി നേടാൻ കാരണക്കാരനായത് ഇതിൻ്റെ എല്ലാ തലങ്ങളിലും തുടക്കം മുതൽ ഇന്നുവരെ എൽവിസ് അതിൻ്റെ കാരണക്കാരനായി എന്നുള്ളത് അങ്ങേയറ്റത്തെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിൽ അർപ്പണബോധത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, ആത്മാർത്ഥതയോടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരാത്തൊരു കാര്യമാണെന്ന് സംശയമില്ല. ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാസ ലോകം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, നിരവധിയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്നു, സർക്കാരുകളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്നു. അത് ജയ്ഹിന്ദ് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ ജയ്ഹിന്ദിൻ്റെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പരിപാടിയായിട്ട് ഈ പരിപാടി മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, പ്രവാസ ലോകത്തുണ്ടാകുന്ന ഓരോ ഹൃദയത്തുടിപ്പുകളെയും നന്നായി അറിയാവുന്ന ഒരു ജേർണലിസ്റ്റിനെ അതെങ്ങനെ അഭ്രപാളികളിലേക്ക് കൊണ്ടുവരണം കഴിയും എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു പരിപാടി എന്നുള്ള യാതൊരു സംശയമില്ല. എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുകയാണ്. ഇനിയും ഒരുപാട് ചരിത്രം രചിക്കാൻ അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന് അങ്ങേയറ്റം ആശംസിച്ചുകൊണ്ട് ഈ ചരിത്ര നേട്ടത്തിൽ വ്യക്തിപരമായി എൽവിസിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ജയ്ഹിന്ദ് ചാനലിനെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ജയ്ഹിന്ദ് ടി വിയുടെ ദുബായ് കറസ്പോണ്ടൻ്റ് കൂടിയായ എൻ്റെ സ്നേഹിതൻ ശ്രീ എൽവിസ് ചുമാർ നടത്തുന്ന മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പരിപാടിയുടെ എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു വിസ്മയകരമായ ഒരു വാർത്തയാണിത്. ഒരു കേരളം തന്നെയാണ് മിഡിൽ ഈസ്റ്റ്. ആ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള നമ്മുടെ പ്രവാസികളുടെ വാർത്തകൾ വളരെ കൃത്യമായി കേരളത്തിലെ പ്രേക്ഷകരുടെ ഇടയിൽ എത്തിക്കാൻ എൽവിസ് നടത്തിയ, അദ്ദേഹത്തിൻ്റെ ടീം നടത്തിയ കഠിനാധ്വാനത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് ഷാർജ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള UAE ഭരണാധികാരികളും പ്രവാസിയിലെ പ്രധാനപ്പെട്ട ആളുകളുമെല്ലാം അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും വളരെ നന്നായി ഈ പ്രവാസി വാർത്തകൾ നന്നായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. എൽവിസ് ചുമാർ അവതരിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പ്രോഗ്രാം 1000 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 20ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമാണ്, അർത്ഥവത്താണ്. മിഡിൽ ഈസ്റ്റിനെ മലയാളികൾക്ക് എല്ലാ കാലത്തും പരിചയപ്പെടുത്തുന്നതിനും മിഡിൽ ഈസ്റ്റിലെ സംഭവവികാസങ്ങളെ മലയാളികളുടെ നേർമുമ്പിൽ എത്തിക്കുന്നതിനും ഈ എപ്പിസോഡ് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഈ പ്രോഗ്രാമിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. 1000 എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ, 20ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ വിജയങ്ങളും എൽവിസിൻ്റെ ഈ മുന്നേറ്റങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ജയ്ഹിന്ദിൻ്റെ ആത്മാവായി പ്രവർത്തിക്കുന്ന എൽവിസ് ചുമാർ നടത്തുന്ന മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പ്രോഗ്രാം മലയാളികൾക്ക് മുഴുവൻ സ്വീകാര്യമായ ഒരു പ്രോജക്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മലയാളി പത്രപ്രവർത്തകൻ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും 900 എപ്പിസോഡ് ഒരു വിഷയത്തിൽ പൂർത്തീകരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും വളരെ മനോഹരമായ നിലയിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന എൽവിസ് ചുമാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്ത ഒരു 2 വർഷത്തിനകം 1000 എപ്പിസോഡായി ഇത് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും ജയ്ഹിന്ദ് ടി വിക്കും അതിൻ്റെ UAE-യിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എൽവിസ് ചുമാറിന് നേരുന്നു.
മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് ജയ്ഹിന്ദ് ടി വിയുടെ പ്രതിവാര പരിപാടി ഇപ്പോൾ 900 എപ്പിസോഡ് പൂർത്തിയാകാൻ പോകുന്നു. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. 1000 എപ്പിസോഡ് പൂർത്തിയാക്കാനുള്ള യാത്രയിലാണ്. ജയ്ഹിന്ദ് ടി വിയുടെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോ ചീഫായ ശ്രീ എൽവിസ് ചുമ്മാർ, ഒരേ എൽവിസ് ചുമ്മാർ തന്നെയാണ് ഈ 900 എപ്പിസോഡിനും അദ്ദേഹമാണ് അവതരിപ്പിച്ചത്. ഓരോ ആഴ്ചയും ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഓരോ ചലനങ്ങൾ, സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ ചലനങ്ങളും, പ്രത്യേകിച്ച് പ്രവാസികളുടെ ജീവിതം, ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഈ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്നുള്ളൊരു പരിപാടി കണ്ടാൽ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്ന് വേറെ വാർത്തകളൊന്നും കാണേണ്ടതില്ല. ഇത്ര സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗാണ് ജയ്ഹിന്ദിൻ്റെ ദിസ് വീക്കിലൂടെ കാണാൻ കഴിയുന്നത്. 1000 എപ്പിസോഡിലെത്താനുള്ള ഈ പ്രയാണത്തിൽ ജയ്ഹിന്ദ് ടി വിയുടെ ഈ സംരംഭത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന ശ്രീ എൽവിസ് ചുമ്മാറിന് പൂർണ്ണ വിജയത്തിലെത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ 16 വർഷക്കാലം അതിന് നേതൃത്വം കൊടുത്ത പ്രിയങ്കരനായ എൽവിസ് ചുമ്മാർ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല. ഒരുപാട് ആളുകളെ ഈ രംഗത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു അതുല്യമായ ഒരു സംഭവമായി ഞാനതിനെ വിലയിരുത്തുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത് അതിനെ പച്ചപിടിപ്പിച്ച് അത് ജനങ്ങളെ മുമ്പിൽ അതൊരു വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റിയ എൽവിസ് ചുമ്മാറിന് ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു, എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ജയ്ഹിന്ദ് ചാനലിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു പ്രോഗ്രാമാണ് മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക്. ശ്രീ എൽവിസ് ചുമ്മാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് എപ്പിസോഡുകൾ പൂർത്തീകരിച്ചത്. ഇതൊരു നേട്ടം തന്നെയാണ്. കാരണം ഒരു വ്യക്തി ഒരു പ്രോഗ്രാം തന്നെ സ്പോൺസർ ചെയ്ത് നടപ്പാക്കിയത് വളരെ ചുരുക്കം ചില നേട്ടങ്ങളിൽ ഒരു പ്രധാന കാര്യം തന്നെയാണ്. മുമ്പ് ഏഷ്യാനെറ്റ് പോലത്തെ ചാനലുകളിൽ ഇതുപോലെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നെങ്കിലും ജയ്ഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ശ്രീ എൽവിസ് ചുമ്മാറിൻ്റെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പ്രോഗ്രാം. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പ്രോഗ്രാം ജയ്ഹിന്ദ് ടി വിയുടെ 18 വർഷക്കാലം തുടർമാനമായി നന്നായി പ്രസൻറ്റ് ചെയ്യുവാൻ മിഡിൽ ഈസ്റ്റിൻ്റെ ജയ്ഹിന്ദിന് നേതൃത്വം കൊടുക്കുന്ന എൽവിസ് ചുമ്മാറിന് കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞു. അതുമാത്രമല്ല 20 വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 1000 എപ്പിസോഡ് എന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് നമ്മൾ ചുവടുകൾ വെക്കുമ്പോൾ ഈ സമയത്ത് എല്ലാവിധ ആശംസകളും ജയ്ഹിന്ദ് ടി വിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എൽവിസിന് നേരുന്നു. ഇത് തുടർന്നും എല്ലാവർക്കും പ്രയോജനമായ രീതിയിൽ നന്നായി ചെയ്യുവാൻ എൽവിസിനെ സഹായിക്കട്ടെ. ഒരേ ടി വിയിൽ, ജയ്ഹിന്ദ് ടി വിയിൽ അത് ചെയ്ത എൻ്റെ സുഹൃത്ത് സഹോദരൻ എൽവിസ് ചുമ്മാറിന് എല്ലാ ഭാവുകളും ആശംസിക്കുകയും ഇനിയും 15 കൊല്ലം കൂടി ഇതേമാതിരി ചെയ്യാനുള്ള ആരോഗ്യവും ശക്തിയും ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് ജയ്ഹിന്ദ് ടി വിയിൽ എൽവിസ് ചുമ്മാർ ആങ്കർ ചെയ്യുന്ന പ്രോഗ്രാം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പരിപാടിയാണിത്. ഒരു ചാനലിൽ ഒരു ആങ്കർ ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് വളരെ അത്യപൂർവമാണ്. അതുകൂടാതെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ 7 ദിവസം നമുക്ക് ചുറ്റും മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ച നമുക്ക് റെലവൻ്റായ എല്ലാ കാര്യങ്ങളും അരമണിക്കൂറിൽ നമുക്ക് കാണിച്ചു തരുന്ന ഈ ഒരു പരിപാടി വളരെ ക്വാളിറ്റിയുള്ളൊരു പ്രോഗ്രാമാണ്. അതുകൂടാതെ ഈ പ്രോഗ്രാമിലൂടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഒരുപാട് കാലം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും എൻ്റെയും മലബാർ ഗോൾഡിൻ്റെയും. ചില നേട്ടങ്ങൾ അപൂർവമാണ്. അത് നമ്മെ അതിശയിപ്പിക്കും. ജയ്ഹിന്ദ് ടി വി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡായ എൽവിസ് ചുമ്മാർ 2008 ആരംഭിച്ച പ്രതിവാര ടെലിവിഷൻ ഷോ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് 900 എപ്പിസോഡുകൾ പൂർത്തിയാക്കുന്നു. തുടർച്ചയായ 18 വർഷങ്ങൾ, 900 ആഴ്ചകൾ,
ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. ഈ നേട്ടം കൈവരിക്കുന്നത് ഒരു മലയാളിയാണ് എന്ന വസ്തുത നമ്മെ കൂടുതൽ അഭിമാനഭരിതരാക്കുന്നു. ഗൾഫിൻ്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കുന്ന ഈ പരിപാടിയുടെ രചനയും അവതരണവും നിർമ്മാണവും എൽവിസാണ്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ എൽവിസിൻ്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് ഉള്ളത്. ഈ വിജയത്തിന് ചാനലിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് എന്ന നിലയിൽ ജയ്ഹിന്ദ് കുടുംബത്തിനും വ്യക്തിപരമായുമുള്ള സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എൽവിസ്, ഇനി യാത്ര 1000-ലേക്കാണ്. ആശംസകൾ, പ്രാർത്ഥനകൾ. I'm happy to meet you with a very heartwarming news that I have heard that Middle East This Week, a program which I am a regular viewer of. My best wishes to my friend Mr. Elvis Chumar and Jayhind TV for such an outstanding achievement. It is not normal for a single program under the same anchor. The show, which started in approximately 2008 under Mr. Elvis Chumar, has continued uninterrupted with the same anchor. So I know that this show has connected Malayalis in Gulf with their homeland. It has brought both the countries together. It has increased awareness about the developments in the Gulf and in India. So I wish that the show and Mr. Elvis Chumar continue the good work, and I hope we will soon see the 1000 and 1500th episode of this successful program. Once again, my best wishes. Appreciation for Jahid and Mr. Elvis. So I would like to thank them for their performance, for their coverage, and for all events that they are covering. പ്രവാസികളുടെ പ്രിയപ്പെട്ട വാർത്താ അധിഷ്ഠിത പ്രോഗ്രാം മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക്. ഒരു ചാനലിൽ ഇങ്ങനെ ഇത്രയും അധികം എപ്പിസോഡ് ഒരു വ്യക്തി എല്ലാ ആഴ്ചയിലും അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ മുടക്കങ്ങൾ വരാം, പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ എപ്പിസോഡ് മുടങ്ങിപ്പോവാം, അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു അവതാരകനായിരുന്നു, എനിക്കറിയാം ഈ പറഞ്ഞതുപോലെ ആങ്കറിങ്ങിൻ്റെ ബുദ്ധിമുട്ടും എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രോഗ്രാം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് വാർത്ത കൂടിയാണ്. അത് എൽവിസ് ചുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് ഈ എന്താ പറയുക വാർത്താ ചാനലിനോടുള്ള ഈ ചാനലിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും സത്യസന്ധമായിട്ടുള്ള വാർത്ത ജനങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഈ ചാനലിൽ തന്നെ ഒരുപാട് എക്സ്ക്ലൂസീവായിട്ടുള്ള പ്രോഗ്രാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് എല്ലാ ചാനലിൽ എത്തുന്നതിന് മുമ്പ് പല വാർത്തകളും ഞാൻ ഇതിലൂടെ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് പേഴ്സണൽ എൽവിസിനെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഒരുപാട് എന്താ പറയുക വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എൽവിസ് ചുമാർ. അതുകൊണ്ട് മീഡിയ രംഗത്ത് ആരോട് എൽവിസിനെ കുറിച്ച് ചോദിച്ചാലും വ്യക്തമായിട്ട് പറയും. കാരണം അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കുന്നത് വെറും ന്യൂസുകളല്ല, സത്യങ്ങളാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇനിയും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നമ്മളെ ഞെട്ടിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് എന്താ പറയുക കാണാക്കാഴ്ചകളുമായിട്ട് എൽവിസ് ചുമാർ നമ്മുടെ മുന്നിലേക്ക് വരും. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനും ജയ്ഹിന്ദിനും എൽവിസിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി അവതരിപ്പിക്കുന്ന വീക്ക്ലി ടെലിവിഷൻ ഷോ 18 വർഷങ്ങളും 900 ആഴ്ചകളും പൂർത്തിയാക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തും TV ജേർണലിസ്റ്റുമായ എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ചാനലിൽ രചനയും നിർമ്മാണവും അവതരണവും നടത്തുന്ന മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പ്രോഗ്രാമിനാണ് ഈ റെക്കോർഡ് നേട്ടം. ഇനി 1000-ലേക്കുള്ള യാത്രയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറിയിരിക്കുന്ന ഞങ്ങളുടെ സഹോദര തുല്യനായ എൽവിസ് ചുമാർ, എൽവിസ് ഏട്ടന് ഒരുപാട് ആശംസകൾ. പ്രത്യേകിച്ച് ചാനൽ ഒരു മലയാള ചാനലിൽ നിന്ന് വന്ന് എനിക്ക് മനസ്സിലാവും ഒരു വേൾഡ് റെക്കോർഡിനരികിൽ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻ്റ് എന്നുള്ളത്. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന് പറഞ്ഞ ഒറ്റ പ്രോഗ്രാമിലൂടെ നാട് വിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രവാസികൾക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ
എന്താ പറയുക, വളരെ സരസമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ എൽവിസ് ഏട്ടന് ഒരുപാട് ആശംസകൾ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കട്ടെ. ഇതുപോലെ എന്താവശ്യത്തിനും ഒരു ഫോൺ വിളിയുടെ അപ്പുറത്ത് അദ്ദേഹം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊരു വളരെ വലിയ ധൈര്യമായിട്ട് അദ്ദേഹം തുടരട്ടെ എന്നുള്ളത് ഒരു പ്രാർത്ഥനയായി ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ എം വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. ഗുഡ് ഈവനിങ് ടു ഓൾ ദ ജയ് ഹിന്ദ് ഓഡിയൻസസ് അക്രോസ് ദ വേൾഡ്. നമ്മുടെ സ്വന്തം എൽവിസ് ചുമ്മാറിൻ്റെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് പ്രോഗ്രാം ഒരു ലോക സക്സസ് തന്നെയാണ്. അതെല്ലാവരും കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട് ഈ പ്രോഗ്രാം. മിഡിൽ ഈസ്റ്റിലത്തെ എല്ലാ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ എൽവിസ് ചുമ്മാർ അതിൻ്റെ ഒരു ആങ്കറിങ് അമേസിംഗ് ആയിട്ടാണ് ചെയ്യണേ. അത് നമ്മുടെ സ്വന്തം എൽവിസ് ചുമ്മാർ. അപ്പോൾ എൻ്റെയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെയും എല്ലാവിധം ആശംസകളും ബെസ്റ്റ് വിഷസ്. ഇനി എനിക്ക് 900 അല്ല 1000ാമത്തെ എപ്പിസോഡാണ് കാണേണ്ടത്. അതേപോലെ തന്നെ 1 ഡസൻ എപ്പിസോഡ്, അതെന്ന് വെച്ചാൽ 1200 ആകട്ടെ എന്ന് നേർന്നുകൊണ്ട് താങ്ക് യു, ഗുഡ് ബൈ. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന ജയ് ഹിന്ദ് ടെലിവിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു ഷോയെക്കുറിച്ച് പറയാനാണ്. ഇത്രയും വലിയൊരു റെക്കോർഡ് എനിക്ക് തോന്നുന്നില്ല അത് മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിലെ ഷോയ്ക്കും അത് അവകാശപ്പെടാൻ പറ്റുമെന്ന്. അപ്പാർട്ട് ഫ്രം ഓൾ ഓഫ് ദാറ്റ്, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് പല എപ്പിസോഡുകളിലും ഞാനും ഹിറ്റ് എഫ് എമ്മിലെ എൻ്റെ ടീമും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ സ്റ്റാർട്ടിങ് ഫ്രം ആ ജേർണി ഞങ്ങൾ ഏകദേശം 20 years ആയി. സോ എപ്പം ഞങ്ങളുടെ എന്ത് ഇവൻറ്റ് വന്നാലും ഐ വിൽ സി എൽവിസ് ചുമ്മാ ദെയർ വിത്ത് ഹിസ് ടീം ചിലപ്പോൾ ഒക്കെ മാറി വരും, പക്ഷേ എൽവിസ് മാറാറേ ഇല്ല. സോ എൽവിസിൻ്റെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കും ഉണ്ടാവും. സോ ബി ഇറ്റ് എനിത്തിങ്, നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, എനിത്തിങ് വി ഡു ഡിഫറെൻറ്റ്, അപ്പം എൽവിസിൻ്റെ അടുത്തൊരു കോൾ ഉണ്ടാവും. ഈവൻ മൂവീസ്, സിനിമയിൽ എന്തെങ്കിലും ചെയ്താലും അപ്പം എൽവിസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റിവ്യൂ ഉണ്ടാവും. ഹീൽ കോൾ, ഞാൻ വരട്ടെ, ഒരു ബൈറ്റ് എടുക്കട്ടെ. സോ ഓൾവേസ് വെരി ആക്റ്റീവ്. പ്ലസ് ഐ ഷുഡ് സേ, ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ടപ്പോഴും എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈൻ ഇരുന്ന് ഡീറ്റെയിൽസും അല്ലെങ്കിൽ വിഷ്വൽസും ഒക്കെ എല്ലാവരുടെയും മൊബൈൽ ഫോണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങി, പ്രത്യേകിച്ചും ഈ ദുബായിലൊക്കെ നമുക്കറിയാം പല സമയത്തും ചൂടാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങി ആക്റ്റീവായിട്ട് ഇപ്പോഴും നിന്ന് ഫ്രഷായിട്ട് വിഷ്വൽസ് എടുത്ത് നാട്ടിലുള്ളവർക്കും കാണാനും ഇവിടെ ഉള്ളവർക്കും കാണാനും വേണ്ടി ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി പാഷൻ ഫോർ ദിസ് വർക്ക്. ആൻഡ് ഐ ഷുഡ് സേ സല്യൂട്ട് ടു ദ പാഷൻ ഓഫ് എൽവിസ് ചുമ്മാർ ആൻഡ് മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക്. ഇനിയും ഒരുപാട് എപ്പിസോഡ്സ് എടുക്കട്ടെ. ഗൾഫ് മലയാളികളുടെ ലൈഫ് അത് ഈ ഷോയിലൂടെ പകർത്തി നാട്ടിലുള്ളവർക്കും നമുക്ക് അത് എന്നും ഓർമ്മയിൽ വെക്കാനായിട്ടുള്ള ഒരു മെമ്മറിയെ കളക്ട് ചെയ്ത് വയ്ക്കുന്നതിന് ഒരു ബിഗ് താങ്ക് യു. ഓൺവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്. കൺഗ്രാറ്റ്സ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മിസ്റ്റർ എൽവിസ് ജയ് ഹിന്ദ് TV-യിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം, ഈ കാലഘട്ടത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യുക, അത് വിജയിക്കുക, അത് കുറേ നാളേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഈ പ്രോഗ്രാം. ഒരുപാട് സന്തോഷം. ഇനിയും ആയിരക്കണക്കിന് എപ്പിസോഡുകൾ പിന്നിടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എൽവിസ് ചുമ്മാറിനെ എനിക്ക് കഴിഞ്ഞ 22 വർഷമായിട്ട് അറിയാം. എൽവിസ് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത്, പല ആൾക്കാരും പലതരം കാര്യങ്ങൾ പറയാനുള്ള, എല്ലാവർക്കും നന്നായിട്ട് പറയാനുള്ള കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എൽവിസിനെ പണ്ടേ നമ്മൾ ശ്രദ്ധിക്കുന്നത് എൽവിസ് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ബ്യൂട്ടി കൊണ്ടാണ്. മനോഹരമായിട്ട് നരേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ജന്മസിദ്ധമായിട്ട് എൽവിസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആർജിച്ചെടുത്ത ഒരുപാട് കോൺടാക്ട്സ് എൽവിസിൻ്റെ കയ്യിലുണ്ട്. എൽവിസ് ഇന്ന് ആയിരിക്കുന്നതിൻ്റെ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ഈ സംസാരത്തിന് ഏറിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രവാസികളുടെ കാര്യങ്ങൾ പറയുന്ന മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പരിപാടി, ഈ പ്രോഗ്രാം റെവല്യൂഷണറി ഹിറ്റ് എന്ന് വേണം പറയാൻ. കാരണം ഇതിൽ 500 എപ്പിസോഡായ സമയത്ത് ഈ പ്രോഗ്രാമിൻ്റെ പ്രൊമോ പറയാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. എൽവിസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കുകയും ഞാൻ അത് ചെയ്തു കൊടുക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം 500 എപ്പിസോഡ് കടന്ന് 800 എപ്പിസോഡായി. ഇത് എപ്പിസോഡുകളുടെ കണക്ക് പറയുന്നതല്ല, അത്രയേറെ ജീവിതങ്ങളും അത്രയേറെ അറിവുകളും കൈമാറാനായിട്ട് ഈ പ്രോഗ്രാമിലൂടെ സാധിക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് പ്രവാസികളെക്കുറിച്ച്. ഈ പ്രോഗ്രാം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. ഒരുപാട് അറിവുകളും ഒരുപാട് കാര്യങ്ങളും ഈ പ്രോഗ്രാമിലൂടെ അറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എൽവിസ് ചുമ്മാറിനും ജയ് ഹിന്ദ് TV-ക്കും മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യം, ഒരു ആങ്കർ, ഒരു ഷോ, അതും ഈ പ്രവാസ ലോകത്ത്. അതൊരൊറ്റ ഒരാൾക്ക് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ എൽവിസ് ചുമ്മാർ. അപ്പോൾ തീർച്ചയായും
ഇതൊരു ഭയങ്കര വലിയ നമുക്ക് എല്ലാവർക്കും അഭിമാനം നൽകുന്നൊരു മൊമെൻ്റാണ്. കാരണം അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ചെയ്തപ്പോൾ കൊണ്ടുവന്ന ഓരോ കോണ്ടൻറ്റും ശരിക്കും അതിനകത്ത് ഒരുപാട് റെലവൻസ്, അതിനകത്ത് ആ കോണ്ടൻറ്റിലൂടെ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് നമുക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞു. എല്ലാം കൊണ്ടും അത്തരത്തിലൊരു ഷോ ഇത്രയും പോപ്പുലറായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. എൽവിസ് ഗ്രേറ്റ് വേ ടു ഗോ. എനിക്കറിയാം എൽവിസിനെ അറിയാമെന്നുള്ളിടത്തോളം ഇതിവിടെയും നിൽക്കില്ല, 1000ഉം 1500ഉം ഒക്കെ കടന്നു പോകുന്നറിയാം. സോ ഓൾ ദി ബെസ്റ്റ് അഗെയിൻ. എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും. ജയ് ഹിന്ദ് ടെലിവിഷൻ്റെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പരിപാടിക്കും അതിൻ്റെ ആങ്കറായ ശ്രീ എൽവിസ് ചുമാറിനും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഞാൻ ദുബായിൽ കൺസൽ ജനറലായി പ്രവർത്തിച്ചപ്പോൾ 2008 ഈ പ്രോഗ്രാം ആദ്യമായി തുടങ്ങിയത്. അത് ഗൾഫിലെ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കണ്ണാടിയാണ്. ലോകത്തെവിടെയുള്ള മലയാളികൾക്കും കാണാവുന്ന ഒരു പ്രോഗ്രാമാണ്. ഗൾഫിൽ എന്തെല്ലാം സംഭവിക്കുന്നു, അവിടുത്തെ പ്രവാസികളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത്. ഈ പ്രോഗ്രാമിൽ ഗൾഫിൽ വരുന്ന എല്ലാ പ്രധാനപ്പെട്ട ഡിഗ്നിറ്ററീസിനെയും ഫീച്ചർ ചെയ്യാറുണ്ട്. സിനിമാ താരങ്ങൾ, സാംസ്കാരിക രംഗത്തുള്ള പ്രതിഭകൾ, എഴുത്തുകാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരെല്ലാം ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം കാണാതെ ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് പല മലയാളികൾക്കും ഉള്ള ഒരു അനുഭവം. ഞാനും റെഗുലറായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ്. ഗൾഫിൽ എന്തെല്ലാം നടക്കുന്നു, ഗൾഫിലെ പ്രവാസികളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് പുതിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ പുതിയ മുന്നേറ്റങ്ങൾ എന്നെല്ലാം, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നീങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Middle East This Week, costume courtesy by Alan Soli Shirts.